ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കാണുമ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് പോലെ തോന്നുന്നെങ്കിലും ഇത് ഓറഞ്ച് ജ്യൂസ് അല്ല. നമുക്കിത് കഴിക്കാനും കുടിക്കാനും ഒരുപോലെ പറ്റുന്ന ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കും കൂടിയാണ്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് 2 ഓറഞ്ചാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ്സിനുള്ള ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓറഞ്ച് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് സെപ്പറേറ്റ് ചെയ്തിടണം. എന്നിട്ട് നമ്മൾ സാധാരണ ഓറഞ്ച് ജ്യൂസ് നമ്മൾ മിക്സിയിലൊക്കെ അടിക്കില്ല ചെയ്യുക. ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ഇടികല്ല് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ജ്യൂസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാനും പറ്റുന്ന തരത്തിലുള്ളത്, അതായത് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുന്നൊരു ജ്യൂസാണ്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യാനുള്ള 2 ഗ്ലാസ് എടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം നീളത്തിലുള്ള ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ഉണ്ടല്ലോ, അത് 2 or 3 നമ്മുടെ ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു 3 ഓറഞ്ച് അല്ലെങ്കിൽ ഒരു 4 കഷ്ണം ചെറുത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പുതിനല ചേർക്കാം. നല്ല ഫ്രഷ് പുതിനല ചേർക്കാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഫ്രഷ് പുതിനല ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വാടിയിട്ടുള്ള ഒരു പുതിനലയാണ് ചേർക്കുന്നത്. എന്നിട്ട് പോലും സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് 1 or 2 ഇല നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോ ഗ്ലാസ്സിനകത്തും. നിങ്ങൾക്കിനി പുതിനലയുടെ ഒരു മിൻറ്റിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത് ഇതേപോലത്തെ ഒരു ഇടികല്ല്, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ നമ്മൾ ഇടിക്കുന്ന ഇടികല്ലുണ്ടല്ലോ, അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ വെളുത്തുള്ളിയിലൊക്കെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് ഇടിച്ചിടിച്ച് കൊടുക്കണം. നിങ്ങൾ ഇടിക്കുന്തോറും ഇതിൻ്റെ ആ ഒരു പൾപ്പും അതുപോലെ തന്നെ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുന്നതും അതുകൊണ്ടാണ്. ജ്യൂസായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, വളരെ പ്യൂരിയല്ലേ നമുക്ക് കിട്ടുക. ഇതങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ ഇടിച്ചിടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അതിലത്തെ അല്ലിയെല്ലാം പുറത്ത് വന്ന് അതിലത്തെ ജ്യൂസ് എല്ലാം പുറത്ത് വന്ന് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഒരു ജ്യൂസിന് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 ഗ്ലാസ്സിലുള്ള ഓറഞ്ച് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മളിങ്ങനെ ഇടിക്കും തോറും ആ ഒരു പുതിനലയുടെ ചെറിയ ആ നീരെല്ലാം ഇറങ്ങി, എന്നാൽ കുറച്ച് ഇലകളൊക്കെ ആയിട്ട് അങ്ങ് കെടുക്കുകയും ചെയ്യും. ഇനി ഇതിനകത്തോട്ട് ഒരു 3 നുള്ളു ഉപ്പ്, അല്ലെങ്കിൽ ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല. നമ്മളിതിനകത്ത് വേറൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പഞ്ചസാര ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല, വേറൊരു കാര്യമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി വേണ്ടുന്നത് ഐസ് ക്യൂബ്സ് ആണ്. അപ്പോൾ ഉപ്പിട്ടു, അതുപോലെ ഓറഞ്ച് നമ്മളൊന്ന് ഇടിച്ചു പുതിനലയുടെ കൂടെ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരെണ്ണത്തിൽ 2 ഐസ് ക്യൂബ്സ് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് ഒഴിക്കാനുള്ളതാണ് ലെമനേഡ്. ഞാനിവിടെ ഈ ഒരു ലെമനേഡ് എടുത്തിരിക്കുന്നത് ഷുഗർ ഫ്രീ ലെമനേഡ്. നിങ്ങൾക്ക് അതിന് പകരം സ്പ്രൈറ്റ് ഉപയോഗിക്കാം, 7up ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ ഒരു ലെമനേഡ് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഞ്ചസാരയുടെ ആവശ്യമില്ല എന്നുള്ളത്. കാരണം ഈ ലെമനേഡിനകത്ത് അത്യാവശ്യം പഞ്ചസാരയ്ക്ക് ഉണ്ട്. ഇനി ഇത് നമുക്ക് ഇതേപോലെ അങ്ങ് എടുക്കുക. ഇനി ഇളക്കോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കാണാം ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടിയിലത്തെ ഒരു ഓറഞ്ചൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇടിച്ചെടുത്ത ഓറഞ്ചെല്ലാം ഇങ്ങനെ ഇങ്ങനെ താഴേന്ന് മേലോട്ടേക്ക് അങ്ങ് വന്ന് ഇങ്ങനെ മുകളിൽ ഇങ്ങ് അടിഞ്ഞെടുക്കും. അപ്പോൾ നമുക്ക് കുടിക്കാനും, അതാണ് ഞാൻ പറഞ്ഞത്, കുടിക്കാനും കഴിക്കാനും ഒരു ചവയ്ക്കാനും ഒക്കെ ഒരുപോലെ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റാണ്, ഒരു കോംപ്രമൈസും ഇല്ല ഇതിനകത്ത്. ഇപ്പം നമ്മളൊരു സാധാരണ ലെമനേഡോ സ്പ്രൈറ്റോ കുടിക്കുന്നതിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിലുള്ള ഒരു ജ്യൂസാണ്, അല്ലെങ്കിൽ ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിൽ പലവരും ഓറഞ്ച് ജ്യൂസായിട്ടും അല്ലെങ്കിൽ ലെമനേഡ് തന്നെയൊക്കെ ആയിട്ടായിരിക്കും കുടിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇത്. നമ്മുടെ വിരുന്നുകാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങളോട് ചോദിക്കുന്നതാണ്, എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.